മനസ്സ് നാം നിയന്ത്രിക്കാൻ നോക്കുമ്പോഴൊക്കെ തന്നെ അത് കൂടുതൽ നമ്മളെ കുഴപ്പത്തിലേക്ക് കൊണ്ട് ചാടിക്കത്തേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് കൂടുതൽ കണ്ടുവരുന്നത് ദൈവം അനുകമ്പയുള്ളവനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, അവൻ കരുണയാണ്. അതിനാൽ നാം എല്ലാവരോടും പൊറുക്കണം, ക്ഷമിക്കണം, നാം ഒന്നിനെയും ഓർത്തുകൊണ്ട് നടക്കരുത്, നമ്മളെല്ലാത്തിനോടും കരുണയാൽ നിൽക്കണം, എന്നാലേ മനസ്സിന് ശുദ്ധി വരുള്ളൂ എന്നുള്ള ഈ അസംബന്ധങ്ങൾ കൊണ്ടാണ് നാം മനസ്സിനെ പാകപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഒരാളോട് ദേഷ്യമുണ്ട്, അയാളോട് പൊറുക്കണം, ഫോർഗീവ് മീ. നോക്കൂ, മനസ്സ് ഓർമ്മകളാണ്. ഓർമ്മകളെ നാം എപ്പോഴും പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഓരോ ഘടനകളിൽ പോലും, നമ്മുടെ DNA പോലും ഓർമ്മകൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം മനസ്സിനെ നാം ഒരിക്കലും ആ തലങ്ങളിൽ നിയന്ത്രിക്കാൻ നോക്കരുത്. മനസ്സിനെ നന്മകൾ കൊണ്ടുള്ള വാക്കുകൾ പറഞ്ഞോ, മനസ്സിനെ ഞാൻ നന്നാകുന്നെന്ന് പറഞ്ഞോ, അങ്ങനൊന്നും അല്ല മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ടത്. നമുക്ക് മനസ്സിനെ എപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ മാർഗമാണ് ധ്യാനത്തിൻ്റെ ക്രിയാരീതികൾ പരിശീലിക്കുക എന്നുള്ളത്. ഈ മനസ്സിൻ്റെ ഒരു നിശ്ചലത, അതിൻ്റെ ശൂന്യത, ആ സ്റ്റിൽനെസ് സ്റ്റേറ്റ് നാം എക്സ്പീരിയൻസ് ചെയ്യുമ്പം ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ, ഓം രാധേ രാധേ, കൃഷ്ണ കൃഷ്ണ, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾക്ക് ക്രമീകരിച്ചാൽ, ഈ മണിപ്പൂരക ചക്രം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ നിങ്ങളൊരു ശ്രദ്ധ കൊണ്ടുവന്നാൽ മനസ്സിൻ്റെ ആ സ്റ്റിൽനെസ് സ്റ്റേറ്റിൽ, ചിലർ ചോദിക്കും ഗുരുജി അങ്ങ് ഇങ്ങനൊന്ന് ജസ്റ്റ് എന്തെങ്കിലും കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഈവൻ്റിൽ വന്നിരിക്കുന്നവർക്ക് വൈബ്രേഷൻ വരുന്നല്ലോ, അതെങ്ങനെ സാധിക്കുന്നത്? ഞാൻ പറയും എനിക്കറിയില്ല. ഞാൻ സദാസമയം ഉയർന്ന ഏതൊരു പ്രോസസ്സിലും നിശ്ചലവും ശൂന്യവുമാകുന്നതേ ഉള്ളൂ. ഈ നിശ്ചലതയും ശൂന്യതയാണ് സൃഷ്ടിയുടെ ഏതൊരു മിശ്രിതത്തിനെയും നമ്മുടെ മുന്നിലേക്ക് തുറന്നു നൽകുന്നത്. നമസ്കാരം.